പുതിയ പാർട്ടി രൂപീകരിക്കാത്തതിൽ ജനതാദൾ എസ് മാത്യു ടി വിഭാഗത്തിൽ അതൃപ്തി രൂക്ഷം. ദേശീയ ഘടകവുമായി വേർപിരിഞ്ഞിട്ട് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും തീരുമാനമില്ലാത്തതെന്തെന്ന് നേതാക്കൾ. പാർട്ടിയെ ബലികൊടുക്കുന്നത് കെ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും MLA സ്ഥാനം നിലനിർത്താനെന്നും വിമർശനം. 2023 സെപ്റ്റംബറിലാണ് JDS ദേശീയ തലത്തിൽ NDAയുടെ ഘടകകക്ഷിയായത്. തുടർന്ന് ദേവഗൌഡയുമായുള്ള ബന്ധം വിച്ഛേദിച്ച കേരള ഘടകം പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. 16 മാസം കഴിഞ്ഞിട്ടും പേരോ കൊടിയോ ചിഹ്നമോ ഇല്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ജനതാദൾ. സംസ്ഥാനത്തെ ജനതാദളിനെ മാത്യു ടി വിഭാഗം എന്ന് വിളിക്കാറുണ്ടെങ്കിലും പുതിയ പാർട്ടി രൂപീകരിച്ചിട്ടുമില്ല. മുതിർന്ന നേതാവായ ജോസ് തെറ്റിലടക്കമുള്ളവർ പുതിയ പാർട്ടിയായി മാറാതെ സംസ്ഥാന നേതൃത്വം ഉരുണ്ടുകളിക്കുന്നതിൽ വിമർശനവും ഉയർത്തിയിരുന്നു. പുതിയ പാർട്ടി ഇല്ലെങ്കിൽ മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ലയനത്തിനെങ്കിലും നേതൃത്വം മുൻകൈയെടുക്കണമെന്നാണ് ആവശ്യം. സാങ്കേതികമായി ഇന്നും ദേവഗൌഡയ്ക്കും NDAയ്ക്കും ഒപ്പമാണ് കേരളത്തിലെ JDSഉം പാർട്ടിയുടെ MLAമാരായ മാത്യു ടി തോമസും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും. പുതിയ പാർട്ടിയായി മാറിയാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം രണ്ടുപേരുടെയും MLA പദവി നഷ്ടമാകും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് രണ്ടുപേരും ഉരുണ്ടുകളിക്കുന്നതെന്നാണ് വിമർശനം. ജൂണിന് ശേഷം കഴിഞ്ഞ ദിവസം ആദ്യമായി ചേർന്ന നേതൃയോഗത്തിലും സമാന വിമർശനം നേതാക്കൾ ഉയർത്തിയിരുന്നു. ബ്രൂവറി വിഷയത്തിലെ എതിർപ്പ് ഉരുത്തിരിയുന്നതും സമാന സാഹചര്യത്തിലാണ്. ജനം, തിരുവനന്തപുരം.